ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ലൈഫ് സ്കില്ലിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോയാൽ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തും. ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് അവിടെ നമ്മൾ പാലിക്കേണ്ട കുറച്ച് എറ്റിക്വറ്റ്സ് ഫോളോഡ് ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻ. എറ്റിക്വറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രോട്ടോകോൾ ഓർ റൂൾസ്. അതെന്തൊക്കെയാണെന്നാണ് സം ഓഫ് ദി റൂൾസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ലിസൺ എന്ന് പറയുമ്പോൾ നമ്മൾ ലിസൺ ആക്റ്റീവ്ലി ആൻഡ് റെസ്പെക്റ്റ്ഫുള്ളി ടു അതേഴ്സ് ഒപ്പീനിയൻ ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിയർ വ്യൂസ്. എല്ലാവരുടെയും വ്യൂസിനെ നമ്മൾ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ആക്റ്റീവ്ലി ലിസൺ ചെയ്യണം, ശ്രദ്ധിക്കണം. ദെൻ സെക്കൻഡ് വൺ, കുറേ പേരുണ്ടാവുമല്ലോ, അപ്പോൾ എല്ലാവരെയും കറക്റ്റ് നമ്മുടെ തോട്ട്സ് എന്തൊക്കെയാണോ എന്നുള്ളതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ, കോൺട്രിബ്യൂട്ട് തോട്ട്ഫുള്ളി ടു ദ ഡിസ്കഷൻ. To the discussion and try to stay on topic. നമ്മൾ ആ ഡിസ്കഷനിൽ നമ്മളെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോവാതിരിക്കുക. എങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് നമ്മൾ തോട്ട്ഫുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്യുക. തേർഡ് വൺ, ബി റെസ്പെക്റ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ റെസ്പെക്ട് ദ ഒപ്പീനിയൻസ് ഓഫ് അതേഴ്സ് ആൻഡ് അവോയ്ഡ് മേക്കിംഗ് പേഴ്സണൽ അറ്റാക്ക്. എല്ലാവരെയും എന്ത് ചെയ്യണം, റെസ്പെക്റ്റ് ചെയ്യണം. എല്ലാവരുടെയും ഒപ്പീനിയൻസും കറക്റ്റായിട്ട് കേൾക്കണം, റെസ്പെക്റ്റ് ചെയ്ത് കേൾക്കണം. ഒരാളെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാൻ പാടില്ല. ഫോർത്ത് വൺ, പൊളൈറ്റിൽ ബി പൊളൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ഡിസഗ്രിമെൻറ്റ് ഇൻ എ പൊളൈറ്റ് ആൻഡ് ഡിഗ്നിഫൈഡ് വേ ആൻഡ് അവോയ്ഡ് നെഗറ്റീവ് കമൻറ്റ്സ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് ഓരോരുത്തർ എന്തെങ്കിലും പറയുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടാത്തത് വരും. നമുക്ക് ഇഷ്ടമില്ല, അതല്ലെങ്കിൽ നമുക്കതിന് ഡിസഗ്രിമെൻറ്റ് ചെയ്യാം. പക്ഷേ അതെന്ത് വേയിലായിരിക്കണം, പൊളൈറ്റായിട്ട് ഡിഗ്നിഫൈഡ് വേയിൽ പറയണം. ദെൻ നെഗറ്റീവ് കമൻറ്റ്സ് പറയാനും പാടില്ല. നെഗറ്റീവ് കമൻറ്റ്സിനെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ദെൻ ഫിഫ്ത്ത് വൺ, ബി ഓർഗനൈസ്ഡ്. ഇപ്പം നമ്മൾ ഫിഫ്ത്ത് വണ്ണിൽ ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളതിന് പ്രിപ്പയർ ആവണം. നമുക്ക് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്യുക. റെലവൻറ്റ് പോയിൻറ്റ്സിനൊക്കെ റൈറ്റ് ഡൗൺ ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെ പറയണം എന്നുള്ളത് പറയുന്നതിന് മുൻപേ എന്ത് ചെയ്യുക, തോട്ട് ചെയ്തിട്ട് ചിന്തിച്ചിട്ട് എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് നമ്മൾ അത് ഓർഡറിൽ പറയാൻ ശ്രമിക്കുക. ദെൻ സിക്സ്ത് വൺ, ബി കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺഫിഡൻ്റ് ആവണം, പക്ഷേ അറഗൻ്റ് ആവരുത്. അറഗൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കഴിവുകൾ എങ്ങനെ പലതവണ എടുത്തെടുത്ത് പറയരുത്. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഹെൽത്തിയാണ്, ഞാൻ സ്മാർട്ടാണ്, ഞാൻ ഹാർഡ് വർക്കിംഗ് ആണ്, അങ്ങനെയൊന്നും പറയരുത്. പക്ഷെ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ എക്സ്പ്രസ് യുവർ സെൽഫ് വിത്ത് ക്ലാരിറ്റി. ദെൻ സിക്സ്ത് വൺ, ബി പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. കീപ്പ് യുവർ ബോഡി ലാംഗ്വേജ് പോസിറ്റീവ്. നമ്മുടെ എക്സ്പ്രഷൻസും നമ്മുടെ ഐ കോണ്ടാക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട്, നമ്മുടെ ഫേസിൻ്റെ മൂവ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ സെവൻത്ത് വൺ, അവോയ്ഡ് ഇൻ്ററപ്റ്റിംഗ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യരുത്, അത് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കണം. അതിൻ്റെ ഇടയിൽ കയറി പറയരുത്. ഡോണ്ട് ഇൻറ്ററപ്റ്റ് അതേഴ്സ് വെൻ ദേ ആർ സ്പീക്കിംഗ്. അതാണ് സെവൻത്ത് വൺ, ഡോണ്ട് ഇൻറ്ററപ്റ്റ് അതേഴ്സ് വെൻ ദേ ആർ. ദെൻ നെക്സ്റ്റ് പറയുന്നത് എയ്ത്ത് വൺ, അവോയ്ഡ് ഡൊമിനേഷൻ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. ഡോണ്ട് ട്രൈ ടു ഡൊമിനേറ്റ് അതർ പാർട്ടിസിപ്പൻസ്. വേറെയുള്ള ഒരു പാർട്ടിസിപ്പൻസിനെ ഡൊമിനേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യരുത്. ഒരാളെ മാത്രം ഇങ്ങനെ ആൾ പറയുന്നത് മാത്രം ശ്രദ്ധിച്ച് കേൾക്കുക, അതല്ല വെച്ചാൽ അയാളാണ് പറയുന്നത് കറക്റ്റ് എന്നുള്ളത് ചെയ്യരുത്. അതായത് ഡൊമിനേറ്റ് ചെയ്യരുത്. അങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം. ദെൻ നയൻത്ത് വൺ, അവോയ്ഡ് അൺറിലേറ്റഡ് ടോപ്പിക്സ്. അപ്പോൾ നമ്മളൊരു ടോപ്പിക്ക് തന്നിട്ടുണ്ടാവും, ആ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാതെ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകരുത്. ദാറ്റ് ഈസ് ഡോണ്ട് ഡീവിയേറ്റ് ഫ്രം ദ ടോപ്പിക്സ് ആൻഡ് ടോക്ക് അബൌട്ട് അൺറിലേറ്റഡ് തിങ്സ്. ദെൻ 10th വൺ, സ്പെക്കുലേഷൻ എന്ന് പറയുമ്പോൾ അവോയ്ഡ് ബ്ലെയിം, സ്പെക്കുലേഷൻ ആൻഡ് ഇൻഫ്ലമേറ്ററി ലാംഗ്വേജസ്. ചില സമയത്ത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വേണ്ടാത്ത വേർഡ്സൊക്കെ യൂസ് ചെയ്യും.
ഓക്കെ, അങ്ങനത്തെ അതേപോലെ കുറ്റപ്പെടുത്തുന്ന വേർഡ്സ്, നെഗറ്റീവ് വേർഡ്സ് അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതായത് ക്രിട്ടിസൈസ് ഐഡിയാസ് നോട്ട് ഇൻഡിവിജ്വൽസ്. നമ്മൾ ഐഡിയാസിനെയാണ് ക്രിട്ടിസൈസ് ചെയ്യേണ്ടത്, ഇൻഡിവിജ്വൽസിനെയല്ല. നമ്മൾ ആ ഗ്രൂപ്പ് ഡിസ്കഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ആ ഇൻഡിവിജ്വൽസിന് എന്തുണ്ടാവരുത്, ഒരു മനസ്സിലൊരു വേദന ഫീൽ ചെയ്യരുത്. ഓക്കെ, 11th one, അലോ എവ്രി വൺ ടു സ്പീക്ക്. എല്ലാവരെയും സ്പീക്ക് ചെയ്യാൻ അലോ ചെയ്യണം. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതിനുള്ള ചാൻസ് കൊടുക്കണം. അലോ എവ്രി വൺ ടു ദ ചാൻസ് ടു സ്പീക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ട് ആർ ദ എറ്റിക്വറ്റ്സ് ഫോളോഡ് അറ്റ് ദ ടൈം ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ടൈമിൽ നമ്മൾ എന്തൊക്കെ എറ്റിക്വറ്റ്സ് ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.